ഒരു മലയാള ചിത്രത്തിന് സമീപകാലത്ത് ലഭിക്കുന്നതിൽ വച്ച ഏറ്റവും വലിയ ഹൈപ്പാണ് എമ്പുരാന് ലഭിക്കുന്നത്. മലയാളികൾ തിയേറ്ററിൽ ആഘോഷിച്ച ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതും എമ്പുരാന്റെ വലിയ പ്രത്യേകതയാണ്. ഒപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്നു എന്നതും മോഹൻലാൽ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയാണ് വർദ്ധിപ്പിക്കുന്നത്. ചിത്രത്തിന് നേരത്തെ ആരംഭിച്ച വിദേശ ബുക്കിംഗിൽ ലഭിച്ച പ്രതികരണം തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നുവെങ്കിൽ ഇന്നലെ ആരംഭിച്ച ഇന്ത്യൻ ബുക്കിംഗിന് ലഭിക്കുന്ന പ്രതികരണവും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇപ്പോഴത്തെ പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയുടെ 24 മണിക്കൂറിലെ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ച എമ്പുരാൻ പ്രീ സെയിലിൽ 1 മണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രം നേടുന്ന ഏറ്റവും വലിയ ബുക്കിംഗ് നേടിയിരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 96,000-ലേറെ ടിക്കറ്റുകളാണ് പീക്ക് അവറിൽ മാത്രം ബുക്ക് മൈ ഷോയുടെ ചിത്രത്തിന്റേതായി വിറ്റത്. ഇപ്പോഴത്തെ ബുക്കിംഗ് ആരംഭിച്ച 24 മണിക്കൂറിലെ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. ആദ്യ 24 മണിക്കൂറിൽ 6.45 ലക്ഷം ടിക്കറ്റുകളാണ് എമ്പുരാന്റേതായി വിറ്റുപോയത്. മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡാണിത്. ആന്ധ്ര ബോക്സ് ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ഈ റെക്കോർഡ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്ത്യൻ മൾട്ടി സ്റ്റാർ തെലുങ്ക് ചിത്രമായ കൽക്കി 2898 AD പേരിലായിരുന്നു. പ്രഭാസ് നായകനായി എത്തിയ ചിത്രം ആദ്യ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് 3.41 ലക്ഷം ടിക്കറ്റുകളായിരുന്നു. അതായത് ഡബിൾ മാർജിനിലാണ് എമ്പുരാൻ ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.